നമസ്കാരം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുനൽകുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. നിലവിൽ ഭൗതിക ശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് മുൻപിൽ നിലവിൽ തടസ്സങ്ങളില്ല. കേരള അനാറ്റമി ആക്ട് അനുസരിച്ചുള്ള ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാം. നിലവിലെ നിയമം അനുസരിച്ച് മൃതദേഹം ഏറ്റെടുക്കാൻ മെഡിക്കൽ കോളേജിന് കഴിയും. മൃതദേഹം കൈമാറുന്നതിൽ അനാറ്റമി ആക്ടിലെ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടെന്നാണ് ഹൈക്കോടതി നിരീക്ഷണവും വ്യക്തമാക്കുന്നത്. പഠനാവശ്യങ്ങൾക്ക് മൃതദേഹം വിട്ടു നൽകുമ്പോൾ രേഖാമൂലമുള്ള സമ്മതം ആവശ്യമുണ്ടോ എന്നതാണ് കോടതി പ്രധാനമായി പരിഗണിച്ചത്. എന്നാൽ കേരള അനാറ്റമി ആക്ട് പ്രകാരം രേഖാമൂലമുള്ള സമ്മതം നിർബന്ധമില്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. ലോറൻസിന്റെ 3 മക്കളിൽ ഒരാളായ ആശ ലോറൻസ് ആണ് പിതാവിന്റെ മൃതദേഹം പഠനാവശ്യത്തിന് കൈമാറാനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ രേഖാമൂലം സമ്മതപത്രമില്ലെങ്കിലും മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന ആഗ്രഹം പിതാവ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് കാണിച്ച് മറ്റ് 2 മക്കൾ സത്യവാങ്മൂലവും നൽകി. ഇതോടെയാണ് മൃതദേഹം ഏറ്റെടുക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കോടതി നിർദ്ദേശം നൽകിയത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ 2 അതിലധികമോ ആളുകളോട് തന്റെ ശരീരം വിട്ടു നൽകാൻ താല്പര്യമുണ്ടെന്ന് വാക്കാൽ പറഞ്ഞാൽ മതിയാകുമെന്നും രേഖാമൂലമുള്ള സമ്മതപത്രം ആവശ്യമില്ലെന്നും കേരള അനാട്ടമി ആക്ടിലെ സെക്ഷൻ 4A പ്രകാരമുള്ള നിയമസാധുത കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ മക്കളിൽ ഒരാൾ വിയോജിപ്പ് പറഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യം കൂടി പരിശോധിച്ച് തീരുമാനമെടുക്കാനാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അനാട്ടമി ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജിന് മൃതദേഹം ഏറ്റെടുക്കുന്നതിൽ തെറ്റുകളൊന്നുമില്ല. നിയമവശങ്ങൾ പരിശോധിച്ചത് പ്രകാരം ഇതിന്റെ നിയമസാധുത ആശ ലോറൻസിനെ ബോധ്യപ്പെടുത്തേണ്ടത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വീണ്ടും നിയമവ്യവഹാരത്തിലേക്ക് കടന്നില്ലെങ്കിൽ എത്രയും വേഗം ലോറൻസിന്റെ മൃതദേഹം കോളേജ് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനാകും. അതേസമയം ആശ പ്രിൻസിപ്പലിന് വിയോജനക്കുറിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇവരെ അടക്കം കേട്ട് ഉചിത തീരുമാനമെടുക്കാനും അതുവരെ മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകാതെ സൂക്ഷിക്കാനും കോടതിയുടെ നിർദ്ദേശമുണ്ട്. സെപ്റ്റംബർ 21-നാണ് MM ലോറൻസ് മരിച്ചത്. അദ്ദേഹം സെന്റ് സേവിയേഴ്സ് ചർച്ച് കത്തിർക്കടവ് പള്ളിയിലെ അംഗമാണെന്നും അദ്ദേഹത്തിന്റെയും 4 മക്കളുടെയും വിവാഹം നടന്നത് ക്രൈസ്തവ ആചാരപ്രകാരമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തന്റെ മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കരുതെന്നോ മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണമെന്നോ പിതാവ് ആഗ്രഹം പറഞ്ഞിട്ടില്ല. അതിനുള്ള സമ്മതപത്രവുമില്ല. ഈ സാഹചര്യത്തിൽ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്നായിരുന്നു ഹർജിക്കാരിയുടെ വാദം. എന്നാൽ തന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ മക്കളോടും സഹപ്രവർത്തകരോടും പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് ML സജീവൻ, സുജാത എന്നീ മക്കൾ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. അതേസമയം തന്റെ പിതാവിന്റെ അവസാന യാത്രയയപ്പും ചതിയിലൂടെയെന്ന മകൾ ആശ ലോറൻസ് നടത്തിയ പ്രസ്താവന വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. ലോറൻസിനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ക്രിസ്തീയ ആചാരങ്ങളോടെയായിരുന്നുവെന്നും ആശ ലോറൻസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ലോറൻസിന്റെ മരണം. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് സംബന്ധിച്ചുള്ള തർക്കവും കേസും കയ്യാങ്കളിയിലേക്ക് വരാൻ നീങ്ങിയ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ MM ലോറൻസിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റും ഇടം പിടിച്ചിട്ടുണ്ട്. തന്റെ അറിവോ സമ്മതമോ കൂടാതെ ക്ഷീണാവസ്ഥ മുതലാക്കിയാണ് മകൾ ആശ തന്നെ കാണാനെത്തിയതെന്നും സഹായിക്കാൻ എത്തിയതാണെന്ന് പ്രചരിപ്പിക്കുകയാണ് ചെയ്തെന്നുള്ള വിമർശനാത്മക ഫേസ്ബുക്ക് കുറിപ്പാണ് ഇന്ന് ചർച്ചയാവുന്നത്. തന്റെ നല്ലതിനു വേണ്ടി ഒരിക്കലും ഈ മകൾ യാതൊന്നും ചെയ്തിട്ടില്ല എന്നും 2021 ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്.